ദീപക് ഗുഡ് മോർണിംഗ്. ദീപക്, വയനാട് യഥാർത്ഥത്തിൽ വയനാട്ടിൽ അടിയൊഴുക്കുകളൊക്കെ ഉണ്ടാകാം. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമാണ്. കാശ്മീർ പറഞ്ഞതുപോലെ ഒരു പാൻ ഇന്ത്യൻ മണ്ഡലത്തിൽ നിന്നാണ് ദീപക് സംസാരിക്കുന്നത്. പറയൂ വിവരങ്ങൾ. അത് തന്നെയാണ് SKN. ഒരു പാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണെന്ന് ചോദിച്ചാൽ അത് വയനാട് മണ്ഡലം തന്നെയാണ്. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റ് വരെ, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വരെയാണ് ചർച്ച ചെയ്യുന്നത്. ഭരണഘടന മുതൽ വന്യജീവി സംഘർഷം വരെ ചർച്ച ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ നമുക്ക് കാണാം, ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവം നടപ്പാക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇവരെല്ലാം തന്നെ വിവിധ പോളിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ഓഫീസർമാരായി, പ്രിസൈഡിംഗ് ഓഫീസറുമാരായി പോകുന്നവരാണ്. ജനാധിപത്യ ഉത്സവം നിങ്ങളാണ് നടപ്പിലാക്കേണ്ടത്. എന്താണ് ഈ ഉത്സവ പ്രക്രിയയിൽ പങ്കെടുക്കുമ്പോൾ തോന്നുന്നത്? വളരെ ആകാംക്ഷയും സന്തോഷവും തോന്നുന്നുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ ആകുന്നതിലുള്ള സന്തോഷവും അഭിമാനവും ഈ മുഹൂർത്തത്തിൽ. ഈ സാധാരണഗതിയിൽ വയനാട്ടിലെ ഒരു പോളിംഗ് നിരക്ക്, നമ്മൾ സാധാരണ അതാണല്ലോ കണക്ക് കൂട്ടുക, ഈ പോളിംഗ് നിരക്ക് ഉയരാനാണോ ഇത്തവണ താഴോട്ട് പോകാനാണോ സാധ്യത? ഉയരാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. പ്രിയങ്കാ ഗാന്ധിയുടെ വരവാണോ കാരണം? എങ്ങനെയാ പൊതുവെ? വളരെ സന്തോഷത്തിലാണ്. രണ്ടാം തവണയാണ് ഇപ്പോൾ. താങ്ക് യു. സന്തോഷം തന്നെ. എത്രാമത്തെ പ്രാവശ്യമാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്നത്? 2003 തൊട്ട് തുടങ്ങി. SKN ആദ്യമായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെട്ട ഒരു ഓഫീസർ കൂടി ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യത്തെ ഇലക്ഷൻ ഡ്യൂട്ടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ. എങ്ങനെയുണ്ട്? ആകാംക്ഷയാണോ? അതെ, ആകാംക്ഷയാണ്. എന്താ, ഒരു പേടിയുണ്ടോ? പ്രത്യേകിച്ചും പ്രിയങ്കാ ഗാന്ധി. ചെറിയ ടെൻഷൻ ഉണ്ട്, പിന്നെ എക്സ്പീരിയൻസ് ആണല്ലോ. താങ്ക് യു. SKN, ഇതാ നമുക്ക് കാണാം, ഈ സാധന സാമഗ്രികൾ, അതായത് പോളിംഗ് ഉപകരണങ്ങൾ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ സജ്ജമാണ്. ഇവിടെ എലിപ്പാഡിന് ചുറ്റും നിരവധി വാഹനങ്ങൾ കാണാം. നമ്മൾ രാജേഷ് വളരിക്കൊണ്ട് ഒന്ന് പാൻ ചെയ്താൽ കാണാം, ബസ്സുകളും ജീപ്പുകളും നിറഞ്ഞിരിക്കുന്നു. ഇതിലാണ് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിനുള്ള തിരഞ്ഞെടുപ്പ് ഉപകരണങ്ങൾ കൊണ്ടുപോവുക. ഇത് നേരെ ഇവിടെ നിന്നും അല്പസമയത്തിനകം ഡിസ്ട്രിബ്യൂഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞാൽ ഓരോ പോളിംഗ് ബൂത്തുകളിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് പുറകിൽ നിൽക്കുന്ന ഇതുപോലുള്ള ഈ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കാണ്, തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കാണ്. അവരാണ് ജനാധിപത്യത്തിൻ്റെ ഉത്സവം കാര്യക്ഷമമായി നീതിപൂർവ്വം നടപ്പിലാക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മ.